ഹലോ ഗായ്സ്, ഞാനപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ആ വീഡിയോയിലോട്ട് സ്വാഗതം. അത് വേറെ ഒന്നുമല്ല, നമ്മളുടെ സ്വന്തം ഇന്ത്യൻ ബൈക്കാണ്. അപ്പോൾ ഇത് ലോഡായി വരട്ടെ ഗൈസ്, നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ പ്ലെയർ വന്നിരിക്കുന്നു, ചാടിയിരിക്കുന്നു, ഓടിയിരിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മളുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇന്നലെ ഞാൻ ഈ ഗെയിം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഞാൻ ആ എയർപോർട്ട് മൊത്തം ചുറ്റി കറങ്ങിയിട്ടും നമ്മളുടെ ആ ചെറിയ മഞ്ഞയും നീലയിട്ടുള്ള പ്ലെയിൻ കണ്ടില്ല ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മൾ അതെന്താണെന്നാണ് നോക്കാൻ പോണത്. ഇന്നെങ്കിലും നോക്കുമ്പോൾ അത് കണ്ടാൽ മതിയായിരുന്നു ഗൈസ്. ഒന്ന് മാറക്ക വലിയ എണ്ണനൊന്ന് പോട്ട്. എയർപോർട്ടിലോട്ട് അങ്ങനെ നമ്മള് കേറി അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. Guys, what is this? What is it, dude? Guru. Guys, നമ്മളുടെ പ്ലെയിൻ ഇവിടെ ഇരിക്കുന്നു ഗൈസ്. നമ്മളുടെ പ്ലെയിൻ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ ഇന്നലെ ഇന്ത്യൻ ബൈക്ക് കളിച്ചായിരുന്നോ? കമന്റിലൂടെ പറഞ്ഞറിയിക്കുക. അല്ല സോറി, നിങ്ങൾ ഈ അപ്ഡേറ്റ് കണ്ടായിരുന്നോ? കമന്റിലൂടെ പറഞ്ഞറിയിക്കുക ഗായ്സ്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ അത് കയറാൻ പറ്റുന്നുണ്ടായിരുന്നു ഗായ്സ്. ഇതെന്ത് ഗായ്സ് ഇത് വരാത്തത്? തലകൊരുമില്ല, നമ്മളെ പഴയ പ്ലേ വന്നില്ലേ, അതിന് കൂടുതൽ കാരണം എന്താ വേണം? നമ്മളുടെ പഴയ പ്ലെയിൻ വന്നല്ലോ ഗൈസ്. നമ്മളുടെ പഴയ പ്ലെയിൻ വന്നല്ലോ ഗൈസ്. അങ്ങനെ നമ്മള് പഴയ പ്ലെയിൻ കൊടുത്ത് അതിസാഹസികമായിട്ട് പോവുകയാണ് ഗായ്സ്. അതിസാഹസ്യമായിട്ട് നമ്മളുടെ പ്ലെയിൻ എടുത്ത് പോവുകയാണ് ഗായ്സ്. ഇപ്പൊ തരാം ഗായ്സ്. അങ്ങനെ നമ്മൾ ആകാശത്തിലോട്ട് എത്തിയിരിക്കുന്നു. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ പഴയ പ്ലെയിൻ കാണാത്തതിന് എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് എയർപോർട്ടിൽ നിന്ന് പ്ലെയിൻ എടുക്കാൻ പറ്റില്ലെന്ന്. നോക്കിയപ്പോൾ ആ വലിയ പ്ലെയിനിൽ കയറാൻ പറ്റുന്നു ഗൈസ്. ഇപ്പൊ പഴയ പ്ലെയിനും വന്നു. നമ്മളങ്ങനെ ഇത് പകുതി ഭാഗം പൊങ്ങി പകുതി ഭാഗം താഴ്ത്തും കളിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങിയിട്ട് ഞാൻ എല്ലാ ചീറ്റ് കോഡ്സും ഇതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ചീറ്റ് കോഡ്സ് ആണ് ഗൈസ്. നമ്മളങ്ങനെ ചരിഞ്ഞും മറിഞ്ഞും ചാടിയെല്ലാം പോവുകയാണ്. അങ്ങനെ ലാൻഡായി. പക്ഷെ സേഫ് ലാൻഡിങ് അല്ലായിരുന്നു, ക്രാഷ് ലാൻഡിങ് ആയിരുന്നു ഗൈസ്. നമ്മളൊന്ന് ഡോർ അടച്ചു, നമ്മളിറങ്ങി. അതിൻ്റെ അകത്തുനിന്ന് ഒരാണോ ശ്വാസം കിട്ടിയത്.
ഗായ്സ് ഈ ഒരു പരസ്യത്തിന്റെ കാര്യമായി എല്ലാവർക്കും കഷ്ടം തന്നെ. ഗായ്സ് ഇതാണ് നമ്മളുടെ ഗോസ്റ്റ് റൈഡറിന്റെ ബൈക്കെന്ന് വെച്ചാൽ കോഡ് എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം 5 ഇനി നമ്മളുടെ ഒരു പുതിയൊരു കാറാണ് ഗായ്സ്. അത് പൊട്ടിപ്പോയി ഗായ്സ്. അതിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ 188.0 കേട്ടോ. പൊളിക്കാറാണ് ഗായ്സ്. നിങ്ങൾ ഇതുവരെയായിട്ട് കാണാത്ത കാറായിരിക്കും അത്. സെറ്റ് കാറാ. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുള്ളറ്റ്. അതിൻ്റെ ചീറ്റ് കോഡാണ് 4 പ്രാവശ്യം 9. ഗായ്സ് ഇത് നമ്മളുടെ ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്ററിൻ്റെ കോഡ് എന്ന് വെച്ചാൽ 2000 ഗായ്സ്. ഇനി നമ്മളുടെ വേറൊരു കാറാണ്. ആ കാറിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ 333. ഇനി ഒരു ബൈക്കാണ് ഗായ്സ്. അതിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം 7. ഇനി ഒരു ബൈക്ക്, അത് ബൈക്കല്ല ഗായ്സ്, അതൊന്നും വരത്തില്ല ഗായ്സ്. ഇനി നമ്മളുടെ ഒരു ബൈക്കാണ്. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ബൈക്കാണ് ഗായ്സ്. ഇനി നമ്മളുടെ ഒരു ബൈക്കാണ്. ടയർ കറങ്ങിയിട്ട് കറങ്ങാത്തത് പോലെ തോന്നുന്ന ഒരു ബൈക്കാണിത്. അങ്ങനത്തെ ഉണ്ടൊരു പ്രത്യേകതയുണ്ട് നമ്മളുടെ ആട്ടോയാണ് ഗായ്സ്. എനിക്ക് കോൾ തെറ്റിപ്പോയി ഗായ്സ്. അല്ല 83-70 ഗായ്സ്. അതാണ് ആട്ടോയുടെ കോഡ് ഗായ്സ്. എന്നിട്ട് ഞാൻ സൈക്കിളിൻ്റെ കോഡടിച്ചു. സൈക്കിളിൻ്റെ കോഡടിച്ചിട്ട് ഞാൻ സൈക്കിളിൻ്റെ തൊട്ട് കയറിയിരിക്കുകയാണ് ഗായ്സ്. ഗായ്സ് ഇതൊന്നോ എൻ്റെ പ്ലെയിനിൽ തീ പിടിക്കുന്നോ? അതവിടെ കിടന്ന് കത്തിട്ട് ഉണ്ടോ ഗായ്സ്. ബാക്കിൽ ഇത് ഞാൻ എത്ര വണ്ടി സ്പോൺ ചെയ്തെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞറിയിക്കുക. ഓക്കെ ഗായ്സ്. അങ്ങനെ ഏത് സ്ഥലമൊന്നുമില്ല. ഞാൻ എവിടെയാ സൈക്കിൾ പോയി നിൽക്കുന്ന അവിടെ പോയി ഞാൻ എത്തും. ഓക്കെ ഗായ്സ്. ഇത് നമ്മളുടെ എല്ലാം മറ്റേ വണ്ടിയല്ലായിരുന്നു. എന്തുവായിരുന്നു ഈ വണ്ടിയുടെ പേര്? ഞാനങ്ങ് മറന്നും പോയാലേ. വണ്ടിയുടെ പേരെന്തുവായിരുന്നു?